ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കാലാവസ്ഥ മാറിയപ്പോൾ കോൾഡായി എല്ലാവർക്കും. സൗണ്ടിലപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ആമിക്കുട്ടി ഏട്ടനൊക്കെ പോയതിന് ശേഷം രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റൂമിലേക്ക് വന്നു. അപ്പോഴേ സമയം കിട്ടാറുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുക എന്നുള്ളതാണ്. നീറ്റായിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ രാത്രി കിടക്കാൻ വരുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബാൽക്കണിക്ക് നല്ല വെയിൽ കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഡ്രസ്സുകളൊക്കെ വേഗം ഉണങ്ങും. പിന്നെ വെറുതെ ഉണങ്ങല്ല, നല്ല മുരിഞ്ഞ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ടി വിയിൽ സിനിമ ഓടുന്നുണ്ട്. ഒന്നെങ്കിൽ സിനിമ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ വയ്ക്കും, നല്ല മെലഡി സോങ്ങൊക്കെ വയ്ക്കും. പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് കൈയോടെ വേഗം മടക്കി വയ്ക്കും. പിന്നെ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. അപ്പോൾ ഒന്നരാട് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണ് തുടച്ചിടാറുള്ളത്. ഡെയിലി രാവിലെയും വൈകിട്ടും ഒന്ന് അടിച്ചു വാരിയിടും. ഇനി ഉച്ചത്തെ ഊണിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് വന്നു. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ സ്റ്റൗവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് ഉച്ചയ്ക്കുള്ള കുക്കിങ്ങൊക്കെ തുടങ്ങുക. അപ്പോൾ ചോറ് വെക്കാനായിട്ട് അരി നോക്കിയപ്പോഴാണ് കറക്റ്റ് ഒരു ഗ്ലാസ്സിന് അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് കഴിയാറായപ്പോൾ നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയായിട്ട് ചീരക്കൂട്ടാനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് ഏട്ടൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ, നാളികേരം വറുത്തരച്ച് വെക്കുന്നത്. എൻ്റെ വീട്ടിൽ നാളികേരം ജസ്റ്റ് ഒന്ന് ജീരകം ചേർത്തിട്ട് അരച്ചിട്ട് അങ്ങനെ ഒഴിക്കുക ചെയ്യാറുള്ളത്. അങ്ങനെ ഊണ് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.